ഈ പുണ്യപ്രവൃത്തിയെ അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ. കാരണം മുൻഗാമികളായ നമ്മുടെ സഹാബാക്കള്, ആ സഹാബാക്കളുണ്ടല്ലോ, വഖഫ് ചെയ്ത സ്വത്തുക്കൾ വെച്ച് നോക്കുകയാണെങ്കിൽ, അതിന്റെ കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുപോലെ സഹാബാക്കൾ വഖഫ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരുവന്റെ മരണശേഷം തന്റെ ഖബറിലേക്ക് പ്രതിഫലം ഒഴുകി വരുന്ന കാര്യങ്ങൾ 7 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി പറഞ്ഞത് ഇൽമ പഠിപ്പിച്ചു കൊടുക്കലാണ്, അറിവ് പഠിപ്പിച്ചു കൊടുക്കലാണ്. 2 ഒരു കിണർ കുഴിച്ചു കൊടുക്കലാണ്, നദി ഒഴുക്കാൻ, നദി വെള്ളം കൊടുക്കുന്ന തരത്തിൽ കിണർ നിങ്ങൾ കുഴിച്ചു കൊടുക്കലാണ്, നിങ്ങൾ നിർമ്മിക്കൽ. ഇതെല്ലാം ജാരിയായ സദഖയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു നദി ഒഴുക്കൽ, അതായത് ഒരു കിണർ കുഴിച്ചു കൊടുക്കലും പ്രിയപ്പെട്ടവരെ, അത് വലിയ കൂലിയുള്ള കാര്യമാണ്. ഈ വഖഫ് കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ഉപകാരങ്ങൾ നാം മനസ്സിലാക്കണം. ജനങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാവുന്ന കാര്യമാണ് ഈ വഖഫിന്റെ സ്വത്ത് എന്ന് പറയുന്നത്. ഉപകാരപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഉപകാരം, ഈ വഖഫിന്റെ സ്വത്തുകൾ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം നാം മനസ്സിലാക്കണം. ഒരേ ഒരു ചരിത്രത്തിലൂടെ മനസ്സിലാക്കിക്കോ വഖഫ് എന്താണെന്ന്. ശരിക്കും എന്താണെന്നറിയുമോ? ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകനും മുഹാജിറുകളായ സഹാബത്തും ഹിജ്റ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ അവർക്ക് കുടിക്കുവാനായിട്ട് വെള്ളമില്ലായിരുന്നു. അങ്ങനെ വെള്ളമില്ലാതിരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, അവിടെ ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളം ബിഅ്ർ റൂമ എന്ന് പറയുന്ന കിണറ്റിൽ മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതൊരു യഹൂദിയുടെ കയ്യിലായിരുന്നു അതിന്റെ ഉടമസ്ഥത. എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് ഒരു തൊട്ടി വെള്ളത്തിന് 1 മുദ്ദ് ദാനമാണ് ചോദിച്ചിരുന്നത്. പക്ഷെ പാവപ്പെട്ട മുഹാജിറുകൾക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഉടൻ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പ്രഖ്യാപിച്ചു, ഈ കിണർ ആരാണോ വാങ്ങിക്കുന്നത് വെറുതെയൊന്നുമല്ല, ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതായത് താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന നദികളും പുഴകളും ഒഴുകുന്ന അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗ്ഗം അവനുള്ളതാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് അവിടുന്ന് ആ കിണർ വാങ്ങുകയും 35,000 ദിർഹം കൊടുത്ത്, ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 86,27,500 രൂപ മുടക്കിയാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കിണർ മേടിച്ച് വഖഫ് ചെയ്തു കൊടുത്തു പ്രിയപ്പെട്ടവരെ. പിന്നീട് അതിലൂടെ ആരൊക്കെ വെള്ളം കുടിക്കുന്നുവോ, അത് ആ വെള്ളം, ആ കിണറ്റിൽ നിന്ന് വെള്ളം ആരൊക്കെ ഉപയോഗപ്പെടുത്തുന്നുവോ, അതിന്റെ എല്ലാ മിസ്ല സവാബ് അവരുടെ ഹളറത്തിലേക്കല്ലേ പോകുന്നതെന്ന് നാം ചിന്തിക്കുക. ഇതാണ് എന്റെ പ്രിയപ്പെട്ടവരെ വഖഫിന്റെ കൂലി, വഖഫ് ചെയ്യുന്നതിന്റെ കൂലി എന്ന് നാം മനസ്സിലാക്കുക. ആഖിറത്തില് അവന് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് വഖഫ് ചെയ്യൽ എന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.